കേൾക്കാമോ? ഓക്കെ മിസ് കേക്കാം. മിസ് ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യുമോ? ആരും ഇല്ലെന്ന് തോന്നുന്നല്ല, 3 പേരുള്ളൂ. ഓക്കെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫിനാൻഷ്യൽ ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ ദി സ്റ്റേറ്റ്മെന്റ്സ് ദാറ്റ് ആർ പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ് വിച്ച് ഈസ് ജനറലി 1 ഇയർ. അതായത് നമുക്ക് ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1st April to 31st March ആണ്. അപ്പൊ 1st April to ഈ 31st March അതിന്റെ എൻഡ് ഓഫ് ദി ഇയർ, അതായത് ഈ 31st March നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഫിനാൻഷ്യൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ്, ബാലൻസ് ഷീറ്റ്. അതായത് ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും ഒന്ന് പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1 വേർഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് രണ്ടായിട്ട് തിരിക്കും. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്നും തിരിക്കും. അതിലെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അസർട്ടൈനിങ് ദ റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. അതായത് ഇപ്പൊ നമ്മള് എല്ലാ ബിസിനസ്
എല്ലാ ബിസിനസ്മാനും എന്താണ് നമുക്ക് ബിസിനസ് ഓപ്പറേഷൻ പേജ് നമ്പർ ഒന്ന് പറയാം. കേൾക്കത്തില്ലേ? ടെക്സ്റ്റ് ആണോ ഗൈഡ് ആണോ? ടെസ്റ്റ് ആണ്. ടെക്സ്റ്റില് സെക്കൻഡ് ടെക്സ്റ്റില് പേജ് നമ്പർ 46. ഒന്നെടുത്തോട്ടെ ഏട്ടാ മാം, ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് എടുത്തേക്കുന്നത്. ഓക്കെ. പേജ് നമ്പർ 36ഓ? 46. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. അതിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്താന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? ആദ്യത്തെ ടെസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോഴാണ് ടെസ്റ്റ് കിട്ടിയത്. ഓക്കെ. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെ അസർട്ടൈൻ ദ റിസൾട്ട് ഓഫ് ബിസിനസ് ഓപ്പറേഷൻസ്. Every businessman wants to know the result of the business operations of enterprises during a particular period in terms of profit earned or loss incurred. അതായത് നമുക്കറിയാം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഇയറിൽ പ്രോഫിറ്റ് ആണോ നമുക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ലോസ് ആണോ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയാനായിട്ട് എല്ലാ ബിസിനസ്മാൻസിനും എന്താണ് ഒരു ക്യൂരിയോസിറ്റി, അല്ലെങ്കിൽ അവർക്ക് അറിയേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. അതായത് ഇപ്പൊ പറഞ്ഞ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്നും ഒന്ന് പൊസിഷൻ സ്റ്റേറ്റ്മെന്റും. അപ്പൊ നമ്മുടെ ഇതില് ഈ ബിസിനസ് കൺസേണിൽ പ്രോഫിറ്റ് ആണ് ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ്. Then ascertain the financial position. Financial statements show the financial position of the business concerned on a particular date, which is generally the last date of accounting period. അതായത് നമ്മൾ ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ ലാസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന്. ഈ പൊസിഷൻ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ബിസിനസ് പൊസിഷൻ അല്ലെങ്കിൽ ബിസിനസ് കൺസേണിന്റെ പൊസിഷൻ നിലവിൽ ഏത് രീതിയിലാണെന്ന് അറിയാനായിട്ട് സാധിക്കുന്നത്. ഇതിനു വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബിസിനസ് അതിന്റെ ഫിനാൻസ് മാനേജർക്ക് ഇപ്പൊ ഫിനാൻസ് ആക്ടിവിറ്റീസ് ഏത് രീതിയിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ അത് ഫിനാൻസ് എങ്ങനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെ അറിയാനായിട്ടും പ്രിപ്പയർ ചെയ്യുന്ന ഒന്നാണ് എന്ത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹെൽപ്സ് ഇൻ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇപ്പൊ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ കറണ്ട് ഇയറിലെ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി എന്തോരം ഉണ്ട്, അല്ലെങ്കിൽ മറ്റ് പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഇയറിലാണോ കൂടുതൽ, കഴിഞ്ഞ വർഷമാണോ കൂടുതൽ, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഡിഫറൻസ്. അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജേഴ്സിന് അല്ലെങ്കിൽ മാനേജീരിയൽസിന് എന്താണ് ഡിസിഷൻ എടുക്കാനും നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻഡെക്സ് ഓഫ് സോൾവൻസി ഓഫ് ദി കൺസേൺ. അതായത് നമ്മൾ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് നമ്മുടെ കൺസേൺ സോൾവെന്റ് ആണ്, അതായത് നമുക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടോ, അല്ലെങ്കിൽ നമ്മൾ പാവപ്പെട്ടാണോ. ഹലോ, റേഞ്ച് ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ? ഒന്നും കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ.
അതായത് നമ്മുടെ ബിസിനസ് കൺസേണിന് നമ്മൾ സോൾവെന്റ് ആണോ അല്ലെ ബിസിനസ് കൺസേൺ നിലവിൽ ഏത് രീതിയിലാണ് പോകുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇനിയിപ്പോ ബാങ്കിൽ നിന്ന് മണി ബോറോ ചെയ്യണോ അല്ലെങ്കിൽ മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് നമ്മൾ മണി ലെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ ക്രെഡിറ്റിന് വാങ്ങണോ, ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് നമ്മുടെ കൺസേൺ സോൾവെന്റ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ. ഇപ്പൊ നമ്മൾ ലോസിലെ ഓടുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും എന്താണ് മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് കടമെടുക്കാൻ സാധിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ചോദിക്കും. അപ്പൊ അത് ലോസിലാണെന്ന് അവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യില്ല, മണി നമുക്ക് തരില്ല. അതാണ് ഇത്രയും ഒബ്ജക്റ്റീവ്സ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനുള്ളത്. നെക്സ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ട്, പേജ് നമ്പർ 40. Trading account is prepared to ascertain the result of the trading enterprises. ട്രേഡിംഗ് ആക്ടിവിറ്റീസിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഷോസ് വെദർ ദ സെല്ലിംഗ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് ഹാസ് ഏൺഡ് പ്രോഫിറ്റ് ഓർ ഇൻകേർഡ് ലോസ് ഓഫ് ദി ബിസിനസ് യൂണിറ്റ്. അതായത് ഇപ്പൊ നമ്മുടെ ബിസിനസ് കൺസേണില് ട്രേഡിംഗ് നടക്കും, അതായത് ഗുഡ്സ് സെല് ചെയ്യും, ഗുഡ്സ് പർച്ചേസ് ചെയ്യും, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബിസിനസ് യൂണിറ്റിന് പ്രോഫിറ്റ് ആണോ അല്ലെങ്കിൽ ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ ട്രേഡിംഗ് യൂണിറ്റിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നറിയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ മെയിൻ ആയിട്ടൊരു കാര്യം എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ എന്തായാലും കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിക്കണം. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചതാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് the amount of goods purchased plus expenses incurred in bringing the goods to the place of sale or expenses incurred on manufacturing the goods. അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്യുന്നതിന്റെ കൂടെ നമുക്ക് ചിലപ്പോ എന്ത് ചെയ്യും, കുറച്ച് എക്സ്പെൻസും കൂടെ വരും. ഇപ്പൊ പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് കയറ്റുകൂലി കൊടുക്കണം, ഇറക്കുകൂലി കൊടുക്കണം, അതുപോലെ തന്നെ ട്രാവലിംഗ് എക്സ്പെൻസസ് ഉണ്ട്. ഈ പറയുന്ന എക്സ്പെൻസസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. അത് സ്റ്റോക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചതാണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇതുപോലെ തന്നെ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മൾ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇപ്പൊ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചു. ആ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നെറ്റ് എന്ന് പറയുന്നത് മനസ്സിലായോ? ലതീഷ മനസ്സിലായോ? മിസ്, കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് അല്ലേ ഇപ്പൊ പറഞ്ഞ ബിസിനസ് എന്റർപ്രൈസസ് എന്റർ പർച്ചേസ് അതല്ലേ? അതന്നെ. പക്ഷെ ഇപ്പൊ പറഞ്ഞതിൽ ഒരു ഇത് ഇക്വേഷൻ പോലെ പറഞ്ഞതിൽ മൈനസ് അത് മണി എനിക്ക് കിട്ടിയില്ല. അത് ഇതിനകത്ത് ഞാൻ നോക്കി വന്നിട്ട് കിട്ടി. കോസ്റ്റ് ഓഫ് ഗുഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസ് പ്ലസ് മൈനസ് ആണ് ക്ലോസിംഗ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അങ്ങനെയാണ്. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് അതാണ് നമ്മൾ സ്റ്റോക്കിന്റെ അടിസ്ഥാനത്തിൽ. ദെൻ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ നെറ്റ് പർച്ചേസസ് അല്ലെങ്കിൽ നെറ്റ് സെയിൽസ് എന്താണെന്നറിയോ? ഓൺലൈൻ സെയിൽസ് ആണോ? അല്ല, നെറ്റ് പർച്ചേസ് എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ചിലപ്പോ ഗുഡ്സിൽ എന്തെങ്കിലും ഡാമേജ് ഒക്കെ ഉണ്ടാവൂലേ? ആ ഡാമേജ് കുറച്ചിട്ടുള്ളത്, അതായത് പർച്ചേസ് റിട്ടേൺ കുറച്ച്, പർച്ചേസ് മൈനസ് പർച്ചേസ് റിട്ടേൺ ആണ് നെറ്റ് പർച്ചേസസ്. അതുപോലെ സെയിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഗുഡ്സ് സെയിൽ ചെയ്തു, ചിലപ്പോൾ സെയിൽ ചെയ്തതിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ചിലപ്പോൾ തിരിച്ചു വരും. അപ്പൊ ആ സെയിൽസ് റിട്ടേൺ കുറച്ചിട്ട് കിട്ടുന്നതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്.
ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരുന്നുണ്ട്, ഓർത്തിരുന്നു. അതിന്റെ പ്രോബ്ലം നോക്കിക്കോ. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ക്ലോസ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, ക്യാരേജ് ഓൺ പർച്ചേസസ് തന്നിട്ടുണ്ട്, വേജസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദിച്ചേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ എക്സാമിന് ഇതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നെറ്റ് പർച്ചേസസ് പ്ലസ് ഓൾ ഡയറക്റ്റ് എക്സ്പെൻസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 പ്ലസ് ചെയ്ത് നോക്കിക്കോളാമോ? അല്ലെങ്കിൽ കിട്ടില്ല. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് നമുക്കെല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പർച്ചേസസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് ക്യാരേജ് ഓൺ പർച്ചേസ് പ്ലസ് വേജസ്. ഈ രണ്ടുമാണ് നമുക്ക് എക്സ്പെൻസസ്, ഡയറക്റ്റ് എക്സ്പെൻസസ് ആയിട്ട് വരുന്നത്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുമ്പോ ക്യാരേജ് ഓൺ പർച്ചേസും വേജസും കൂടി ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് കൂട്ടണ്ടേ? ഡയറക്റ്റ് എക്സ്പെൻസസ് അതായത് നമുക്ക് ട്രേഡിങ്ങിന്റെ ഇതില് നമുക്ക് വരുന്ന ഡയറക്റ്റ് ആയിട്ട്, അതായത് ഇപ്പം ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് K2 കൊടുക്കുന്നു പറഞ്ഞില്ലേ, അത് ആ പർച്ചേസിന്റെ കൂടെ തന്നെ വരുന്ന ഒരു എക്സ്പെൻസ് അല്ലേ. അതുപോലെ തന്നെ ആ K2 അവർക്ക് നമ്മൾ വേജ് കൊടുക്കില്ലേ, കൂലി കൊടുക്കില്ലേ, അതും ആ പർച്ചേസിന്റെ കൂടെ വരുന്ന ആ പർച്ചേസിന്റെ ഭാഗമായിട്ട് വരുന്ന എക്സ്പെൻസസ് അതാണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അതായത് ട്രേഡിംഗിൽ സംഭവിക്കുന്ന എക്സ്പെൻസസ് ആണ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല കേട്ടോ. കാൽക്കുലേറ്റർ ഉണ്ടാവാൻ പറ്റില്ലേ? ഇല്ല. സാധാരണ +2 എക്സാമിനൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാറ്. പക്ഷെ ഇതിന്റെ എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. Oh my God. $1,000 $11,000 $11,000 കിട്ടിയോ? ചെയ്തു നോക്കി ഞാൻ. ഓക്കെ, ചെയ്യാൻ പറ്റുന്നില്ലേ? കുഴപ്പമില്ല. ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ്. എന്നിട്ട് താഴത്തെ പ്രോബ്ലം കൂടി നോക്കിയപ്പോൾ പ്രോഫിറ്റും കൂടെ തന്നിട്ടുണ്ട്. സെയിൽസ് തന്നിട്ടുണ്ട്, സെയിൽസ് റിട്ടേൺ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് സെയിൽസിന്ന് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുന്നതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, പർച്ചേസ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും കാൽക്കുലേറ്റ് ചെയ്യണം, ഗ്രോസ് പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് രണ്ടും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് എക്സാമിൽ ചോദിക്കുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മാത്രമായിട്ട് ചോദിക്കാറില്ല. നെറ്റ് സെയിൽസ്, അതായത് നമുക്കറിയാം നെറ്റ് സെയിൽസിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറച്ച് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് എടുക്കാം, അതിന്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്യാം, അതിന്റെ കൂടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ആഡ് ചെയ്യാം. ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കാം. അപ്പൊ നമുക്കിവിടെ 35,400 കിട്ടി.
ആ 35,400 നമുക്ക് നെറ്റ് സെയിൽസിന് കുറയ്ക്കണം. അതായത് സെയിൽസിന് 62,500 500 കുറച്ചിട്ടുള്ള 62,000 നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. ആ നെറ്റ് സെയിൽസിന് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് 35,400 കുറച്ച് കിട്ടുന്നതാണ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആദ്യം കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ കണ്ടുപിടിച്ചിട്ട് അതിനകത്തുനിന്ന് നെറ്റ് സെയിൽസ് കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് സെയിൽസ് റിട്ടേൺ കുറയ്ക്കണം. അപ്പൊ നമുക്ക് നെറ്റ് സെയിൽസ് കിട്ടും. ഈ നെറ്റ് സെയിൽസിൽ നിന്ന് നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കുറയ്ക്കണം. അപ്പൊ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ അല്ലേ? നമുക്ക് ഇനി പഠിക്കാനുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. നമ്മൾ പറഞ്ഞു ട്രേഡിംഗ് അക്കൗണ്ട് എന്താന്ന് നമ്മൾ പറഞ്ഞു. ട്രേഡിംഗ് ആക്ടിവിറ്റീസിന്റെ റിസൾട്ട് അറിയാൻ, അതായത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. തൊട്ടടുത്ത പേജിൽ നോക്കിയപ്പോൾ അതിന്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ. ട്രേഡിംഗ് അക്കൗണ്ട് ഏതാ കൺസേൺ എന്ന് വെച്ചാൽ കൺസേണിന്റെ പേര് എഴുതുക. ഫോർ ദ ഇയർ എൻഡിങ് 31st March 2004 ഒക്കെയാണ് 2004 എഴുതുക. ദെൻ നമുക്ക് ഡെബിറ്റ് സൈഡും ഉണ്ട് ക്രെഡിറ്റ് സൈഡും ഉണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിന്. അതിലൊന്ന് പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന കാര്യങ്ങളാണ്, ഐറ്റംസ് ആണ് ഈ തന്നിരിക്കുന്നത്. ഒന്ന് ഡെബിറ്റ് സൈഡിൽ വരുന്നതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്. പർച്ചേസിന് പർച്ചേസ് റിട്ടേൺ കുറയ്ക്കണം. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസസ്, ക്യാരേജ് ഇൻവേർഡ്, ഫ്രൈറ്റ്, വേജസ്, ഫ്യൂവൽ ആൻഡ് പവർ, എക്സൈസ് ഡ്യൂട്ടി, ഫാക്ടറി റെന്റ്, ഹീറ്റിംഗ് ആൻഡ് ലൈറ്റിംഗ്, ദെൻ ഫാക്ടറി റെന്റ് ആൻഡ് ഇൻഷുറൻസ്, ദെൻ വർക്ക് മാനേജേഴ്സ് സാലറി. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നതാണ് സെയിൽസ് റിട്ടേൺ കുറയ്ക്കുക. ദെൻ ക്ലോസ് സ്റ്റോക്ക്. ദെൻ നമുക്കറിയാം ഇത്രയും ഐറ്റംസ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത്. ഇനി ഇതിന്റെ ക്രെഡിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുക, ഡെബിറ്റ് സൈഡ് ബാലൻസ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ അകത്ത് ഏതാണ് കുറവെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ നിന്ന് കുറച്ചിട്ട് ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇനി നേരെ തിരിച്ച് ലോസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഡെബിറ്റ് സൈഡ് കൂടുതലും ക്രെഡിറ്റ് സൈഡ് കുറവുമാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക ആ ഡിഫറൻസ് ഗ്രോസ് ലോസ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന്. പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കുക, ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. മനസ്സിലായോ? പ്രോഫിറ്റ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡില് ആ ഡിഫറൻസ് ഇല്ലേ, ആ ഡിഫറൻസ് ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. ഇനി നേരെ തിരിച്ച് ലോസ് ആണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ ഗ്രോസ് ലോസ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് കാണിക്കാം. ഈ ഇവിടെ തന്നേക്കണ പ്രോബ്ലം ഇവിടെ ചെയ്യാനുള്ളതല്ലേ? ഏതാ? അല്ലല്ലേ, എന്റെ ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, ചോദിച്ചതാ. ഫോർമാറ്റ് ആണിതല്ലേ? ഗ്രോസ് ലോസിന്റെ ഒരു ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് പേജിൽ ഒരു 55ാമത്തെ പേജിൽ നോക്കിയോ. ഗ്രോസ് പ്രോഫിറ്റിന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞായിരുന്നു, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി ഗ്രോസ് ലോസ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് നെറ്റ് സെയിൽസ് കുറയ്ക്കുക. നേരെ തിരിച്ച് ഗ്രോസ് പ്രോഫിറ്റ് ആണെങ്കിൽ നെറ്റ് സെയിൽ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഗ്രോസ് ലോസ് ആണെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൽ നിന്ന് നെറ്റ് സെയിൽസ് കുറയ്ക്കുക. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് 59ാമത്തെ പേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കണ്ടോ? നമ്മൾ പറഞ്ഞു ഇൻകം സ്റ്റേറ്റ്മെന്റിന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാവുന്ന ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ട്രേഡിംഗ് അക്കൗണ്ട് ഇപ്പൊ നമ്മൾ കണ്ടു. നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ, അതായത് ട്രേഡിംഗ് ആക്ടിവിറ്റീസിന്
ഗ്രോസ് പ്രോഫിറ്റ് ആണോ ഗ്രോസ് ലോസ് ആണോ എന്ന് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്തിനാ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ബിസിനസ് ആക്ടിവിറ്റീസ് മൊത്തം ബിസിനസ് ആക്ടിവിറ്റീസിൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണ്, അതായത് നെറ്റ് പ്രോഫിറ്റ് ആണോ നെറ്റ് ലോസ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിന്റെ പ്രോഫിറ്റ് ആണ് അതിന്റെ ഫോർമാറ്റ് ആണ് താഴെ തന്നിരിക്കുന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മോഴ്സസ് ഏത് കൺസേൺ ആണെന്ന് വെച്ചാൽ കൺസേണിന്റെ പേര്, പിന്നെ ഫോർ ദ ഇയർ എൻഡ് ഏത് ഡേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 31 മാർച്ച് ഏത് ഇയർ ആണെന്ന് വെച്ചാൽ ആ ഇയർ എഴുതുക. നമുക്ക് അതിനും ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ആണ്. പർട്ടിക്കുലേഴ്സ് എമൗണ്ട്. ഇപ്പൊ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് ക്ലോസ് ചെയ്തു അല്ലെ, ഗ്രോസ് ലോസ് ആണോ ഗ്രോസ് പ്രോഫിറ്റ് ആണോ എന്ന് പറഞ്ഞ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് കുറച്ച് മുമ്പ് ക്ലോസ് ചെയ്തില്ലേ. അപ്പൊ ആ പ്രോഫിറ്റ് ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ആണ് നമ്മൾ ഡെബിറ്റ് സൈഡിലായിരുന്നു ഗ്രോസ് പ്രോഫിറ്റ് വന്നത് അല്ലേ. ഗ്രോസ് ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡില് ഓർമ്മയുണ്ടോ? അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് അവിടുത്തെയാണ് ഗ്രോസ് പ്രോഫിറ്റ്. ഡെബിറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഗ്രോസ് പ്രോഫിറ്റ് നേരെ എടുത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യാം. അതായത് ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ഇനി നേരെ തിരിച്ച് നെറ്റ് ലോസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞുകൊണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. അതായത് നേരെ ഓപ്പോസിറ്റ് കാണിക്കാം. മനസ്സിലായോ? ഡെബിറ്റ് ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും, ആ ഗ്രോസ് പ്രോഫിറ്റ് ക്രെഡിറ്റിൽ കൊണ്ടേ പോസ്റ്റ് ചെയ്യുക. ഗ്രോസ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് ഗ്രോസ് ലോസ് ആണെങ്കിൽ ക്രെഡിറ്റ് അത് നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റിൽ കൊണ്ടേ ഗ്രോസ് ലോസ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് കാണിക്കാം. മനസ്സിലായോ? ലോസ് ആണെങ്കിൽ ഡെബിറ്റിലും പ്രോഫിറ്റ് ക്രെഡിറ്റിലും എഴുതണം. ലോസ് ആണെങ്കിൽ എഴുതണം. ഇനി അതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഡെബിറ്റ് സൈഡിൽ നമുക്ക് എക്സ്പെൻസസും ക്രെഡിറ്റ് സൈഡിൽ ഇൻകംസും ആണ് വരുന്നത്. ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസസ് അതായത് നമ്മൾ സാലറി കൊടുക്കുന്ന റെന്റ്, റേറ്റ്, ടാക്സ്, ഇൻഷുറൻസ് പ്രീമിയം, അതുപോലെ അഡ്വർടൈസിങ് എക്സ്പെൻസസ്, കമ്മീഷൻ പെയ്ഡ്, ഡിസ്കൗണ്ട് അലൗഡ്, റിപ്പയർസ് ആൻഡ് റിന്യൂവൽസ്, ബാഡ് ഡെബ്റ്റ്സ്, എസ്റ്റാബ്ലിഷ്മെന്റ് ചാർജസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ബാങ്ക് ചാർജസ്, സെയിൽസ് ടാക്സ്, വാല്യൂ ആഡഡ് ടാക്സസ്, ഡിപ്രീസിയേഷൻ ഓൺ ഫിക്സഡ് അസറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കൂടുതൽ ഐറ്റംസ് വരും. മെയിൻ ആയിട്ട് ഇത്രയും ഐറ്റംസ് ആണ് ഡെബിറ്റ് സൈഡിൽ വരുന്ന എക്സ്പെൻസസ്. അതായത് നമുക്ക് അഡ്മിനിസ്ട്രേഷൻ സെഷനിലൊക്കെ എക്സ്പെൻസസ് വരുന്നില്ലേ, ആ എക്സ്പെൻസസ് അതായത് ഫാക്ടറി ആയിട്ട് റിലേറ്റഡ് അല്ലാത്ത എക്സ്പെൻസസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻസസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത് ഇൻകംസ് ആണ്. അതായത് ഡിസ്കൗണ്ട് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഡിവിഡൻഡ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, റെന്റ് റിസീവ്ഡ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ രണ്ടിന്റെയും ബാലൻസ് ഏത് സൈഡിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇപ്പൊ ക്രെഡിറ്റ് സൈഡിലാണ് കൂടുതൽ എന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ഡെബിറ്റ് കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ ഡിഫറൻസ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു. ഇനി തിരിച്ച് ക്രെഡിറ്റ് സൈഡിൽ കുറവാണെന്നുണ്ടെങ്കിൽ നെറ്റ് ലോസ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുക. അതായത് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്, നെറ്റ് ലോസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ആദ്യം നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നായിട്ട് ഇവിടെ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് എഴുതേണ്ടത്. മനസ്സിലായോ? അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് എഴുതിയാലും മതി. ഒന്നെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് C/D ഇടുക. എന്നിട്ട് നേരെ നമ്മൾ അടുത്തതിൽ എഴുതുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ബ്രോ ഡൗൺ എന്ന് പറഞ്ഞു B/D. അത് ക്രെഡിറ്റ് സൈഡിലും C/D ഡെബിറ്റ് സൈഡിലും അല്ലേ? നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യില്ലേ. ഇപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് അവിടെ കാണിച്ചില്ലേ, ഗ്രോസ് പ്രോഫിറ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തപ്പോ ബ്രോ ഡൗൺ എന്ന് പറഞ്ഞ് കാണിച്ചില്ലേ, B/D എന്ന് പറഞ്ഞ്. അതേപോലെ തന്നെ അപ്പൊ ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി
നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൽ ബാലൻസ് ഷീറ്റ് ഇപ്പൊ നമ്മള് ട്രേഡിംഗ് അക്കൗണ്ട് നോക്കി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കി, ഇനി ബാലൻസ് ഷീറ്റ് പേജ് നമ്പർ 78. കണ്ടോ? Balance sheet is a statement which shows the financial position of a business organization on a particular date, which is generally the last date of accounting period. അതായത് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, അതായത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഒരു പർട്ടിക്കുലർ ഡേറ്റിലായിരിക്കാം. അതായത് നമുക്കിപ്പോ പറഞ്ഞു ഫിനാൻഷ്യൽ അറ്റ് എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, അതായത് ഇപ്പൊ 31 മാർച്ചോ അല്ലെങ്കിൽ 31 ഡിസംബറോ ഏതാണോ ഇയറിന്റെ എൻഡിങ് ഡേറ്റ്, ആ എൻഡ് ഡേറ്റിലെ പീരീഡിലാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് യൂണിറ്റ് ഇസ് എമൗണ്ട് ക്ലെയിംസ് എഗെയിൻസ്റ്റ് റിസോഴ്സസ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസിന്റെ റിസോഴ്സസിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരുന്ന എമൗണ്ടുകളാണ് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുന്നത്. ഈ ഫിനാൻഷ്യൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ആവശ്യം പറയുന്നത് ബാലൻസ് ഷീറ്റ് ഈസ് പ്രിപ്പയർഡ് ടു മെഷർ ദ ട്രൂ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ബിസിനസ് എൻറ്റിറ്റി അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം. അതായത് ആ പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ, അതായത് ഈ കറണ്ട് ഇയറിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയുണ്ടെന്ന് മെഷർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ഓഫ് വാട്ട് എ ബിസിനസ് യൂണിറ്റ് ഓൺസ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് ഓൺ. അതായത് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാണ്. എന്താണ് ബിസിനസ് കൊണ്ടുവന്നത്, എന്താണ് ബിസിനസ്സിന് പോയത്, ഈ കാര്യങ്ങൾ എന്താണ് ബിസിനസ് നിലനിൽക്കുന്നത് എന്നെല്ലാം കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സിസ്റ്റമാറ്റിക് പ്രസന്റേഷൻ ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ കൺസേൺ അറ്റ് എ ഗ്ലാൻസ്. അതായത് അറ്റ് എ ടൈമിൽ ആ ഫിനാൻഷ്യൽ പൊസിഷൻ എന്തോരം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. Creditors, financiers are particularly interested in the balance sheet of a concern so that can decide whether to deal with the concern or not. അതായത് നമ്മൾ പറഞ്ഞ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് പറഞ്ഞു. അതായത് ഇപ്പൊ ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ ഫിനാൻസിയേഴ്സ് ഒക്കെ നമ്മുടെ ബാലൻസ് ഷീറ്റ് നോക്കും. അപ്പൊ അതിൽ അവർ ഇൻട്രസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ഡീലിങ്ങിന് വരുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ക്രെഡിറ്റിന് സാധനങ്ങൾ തരില്ല, അല്ലെങ്കിൽ ഫിനാൻസിയേഴ്സ് ആണെങ്കിൽ നമുക്ക് ക്യാഷ് തരില്ല. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇതില് നമുക്ക് രണ്ട് സൈഡാണുള്ളത്. ഒന്ന് അസറ്റും ലയബിലിറ്റീസും ആണുള്ളത്. ഈ അസറ്റില് നമുക്ക് മെയിൻ ആയിട്ട് വരുന്നതാണ് കറന്റ് അസറ്റ്, ലിക്വിഡ് അസറ്റ്, നോൺ കറന്റ് അസറ്റ്, ടാഞ്ചിബിൾ അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്. ഇത്രയും 5 ടൈപ്പ് ഓഫ് അസറ്റ് ആണ് നമുക്ക് വരുന്നത്. ഇനി ലയബിലിറ്റി ആണെങ്കിലോ കറണ്ട് ലയബിലിറ്റി എന്നും നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത് 2 രീതിയിൽ വരുന്നത്. ഇതിൽ ഒന്നുകിൽ ലോങ് ടൈം ലയബിലിറ്റി എന്ന് നമുക്ക് പറയാം, കറണ്ട് ലയബിലിറ്റി, ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. ഇങ്ങനെ 2 രീതിയിലാണ് നമുക്ക് തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ 2 ഓർഡറിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഒന്ന് ലിക്വിഡിറ്റി ഓർഡറിലും പ്രിപ്പയർ ചെയ്യാം, ഒന്ന് പെർമനൻസി ഓർഡറിലും പ്രിപ്പയർ ചെയ്യാം. ഈ 2 ഓർഡറിൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ലിക്വിഡിറ്റി ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ പെട്ടെന്ന് അസറ്റിനെ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളുണ്ട്. ആ അസറ്റിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് അതിനെ ആദ്യം കാണിച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് ലിക്വിഡിറ്റി ഓർഡർ എന്ന് പറയുന്നത്. പെർമനൻസി ഓർഡർ എന്ന് വെച്ചാൽ നേരെ തിരിച്ച്, അതായത് ലോങ് ടൈം ആയിട്ട് നിലനിൽക്കുന്ന അസറ്റിനെ നമ്മൾ ആദ്യം കാണിച്ചുകൊണ്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെയൊക്കെ ലാസ്റ്റ് കാണിക്കുന്ന രീതിയാണ് പെർമനൻസി ഓർഡർ എന്ന് പറയുന്നത്. ഈ ബാലൻസ് ഷീറ്റിന്റെ ഒരു ഫോർമാറ്റ്, അതായത് ലിക്വിഡിറ്റി ഓർഡറിന്റെ ഫോർമാറ്റ് ആണ് തന്നേക്കുന്നത്. നമുക്ക് അറിയാൻ 2 സൈഡാണുള്ളത്. ഒന്ന് ഡെബിറ്റ് സൈഡില് ലയബിലിറ്റിയും ക്രെഡിറ്റ് സൈഡില് അസറ്റും ആണുള്ളത്. അപ്പൊ ലയബിലിറ്റീസും അസറ്റും. അപ്പൊ ലയബിലിറ്റീസ് എമൗണ്ട്, അസറ്റ് എമൗണ്ട്. അപ്പൊ നമുക്ക് ലിക്വിഡിറ്റി ഓർഡറിലാണെങ്കിൽ ലയബിലിറ്റിയിൽ ആദ്യം വരുന്നത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. നമുക്ക് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അതായത് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് തീർത്ത് കളയാൻ പറ്റുന്ന ഒരു ലയബിലിറ്റിയാണ്
ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ബിൽസ് പേയബിൾ, സൺട്രി ക്രെഡിറ്റേഴ്സ്, ലോൺസ്, ക്യാപിറ്റൽ. ഈ ക്യാപിറ്റലിന്റെ കൂടെയാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം കണ്ടില്ലേ നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞ്. ഈ ക്യാപിറ്റലിലേക്കാണ് നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നത്. ദെൻ ഈ ക്യാപിറ്റലിന്റെ കൂടെ ഈ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൽ നിന്ന് നമുക്ക് ഡ്രോയിങ്സ് കുറയ്ക്കണം. അതാണ് ഈ ലെസ് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. മനസ്സിലായോ? അതായത് ക്യാപിറ്റലിന്റെ കൂടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ നെറ്റ് പ്രോഫിറ്റ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം. ഇനിയിപ്പോ നെറ്റ് ലോസ് കിട്ടണമെങ്കിൽ ഈ ക്യാപിറ്റലിന് കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ക്യാപിറ്റലിന്റെ കൂടെ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുക, നെറ്റ് ലോസ് ആണെങ്കിൽ കുറയ്ക്കുക. ദെൻ അതിൽ നിന്ന് ഡ്രോയിങ്സ് കുറയ്ക്കുക. ഡ്രോയിങ്സ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? ഇല്ല മാം. അതായത് നമ്മുടെ ബിസിനസ് പ്രൊപ്പറേറ്റേഴ്സ് ഇല്ലേ, ബിസിനസിന്റെ ഓണേഴ്സ്, അവര് പേഴ്സണൽ പർപ്പസിന് വേണ്ടി ബിസിനസ്സിൽ നിന്നും ക്യാഷ് എടുക്കുന്നതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ പർപ്പസിന് വേണ്ടിയിട്ട് അവർ ബിസിനസ്സിൽ നിന്ന് ക്യാഷ് യൂട്ടിലൈസ് ചെയ്യുന്നതാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ദെൻ അസറ്റ് സൈഡില് ലിക്വിഡിറ്റി ഓർഡർ ആണെങ്കിൽ ആദ്യം ക്യാഷ് ഇൻ ഹാൻഡ്, ദെൻ ക്യാഷ് അറ്റ് ബാങ്ക്, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, ദെൻ നെക്സ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ നടത്തുന്നത്, ദെൻ ബിൽസ് റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്, ദെൻ ക്ലോസ് സ്റ്റോക്ക്, ഇൻവെസ്റ്റ്മെന്റ്, ലാൻഡ് ആൻഡ് മെഷീനറി, ലാൻഡ് ആൻഡ് ബിൽഡിങ്, ഗുഡ്വില്. ഈ രീതിയിലാണ് നമുക്ക് ലിക്വിഡിറ്റി ഓർഡർ. ഇതായിരുന്നു പെർമനൻസി ഓർഡർ. ഇത് ആദ്യം ലോങ് ടൈമിൽ നിൽക്കുന്നത് ആദ്യം എഴുതുക. അതായത് നമുക്ക് കൂടുതൽ കാലം നിൽക്കുന്നത് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കുറച്ച് താമസമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം വരും. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ ക്യാപിറ്റലിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുക, അതിൽ നിന്നും ഡ്രോയിങ്സ് കുറയ്ക്കുക. ദെൻ ലോൺസ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഐറ്റം തന്നെ സൺട്രി ക്രെഡിറ്റേഴ്സ്, അത് നേരെ തിരിച്ച് ഇവിടെ ലിക്വിഡിറ്റി ഓർഡറിന്റെ നേരെ ഓപ്പോസിറ്റ് സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. അതുപോലെ തന്നെ അസറ്റ് സൈഡിലും ആദ്യം ഗുഡ്വില് വരും, ലാൻഡ് ആൻഡ് ബിൽഡിങ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്സ്, ക്ലോസിംഗ് സ്റ്റോക്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഷോർട്ട് ടൈം, പ്രീപെയ്ഡ് എക്സ്പെൻസസ്, പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് ഇൻ ഹാൻഡ്. ഈ രീതിയാണ് പെർമനൻസി ഓർഡർ വരുന്നത്. മനസ്സിലായോ? ഇനി ഇതിനകത്ത് പറഞ്ഞു നമുക്ക് 5 ഇതിൽ അസറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ഫിക്സഡ് അസറ്റ്, തൊട്ടിപ്പുറത്തെ പേജിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. 82 കണ്ടോ? ഫിക്സഡ് അസറ്റ്, കറന്റ് അസറ്റ്, ട്രേഡ് ബാലൻസ്. ഓക്കെ. ഫിക്സഡ് അസറ്റ്, അസറ്റിന് നമ്മൾ 5 ആയിട്ട് തിരിക്കാം. അതിൽ ഒന്നാമത്തെയാണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റ് എന്ന് വെച്ചാൽ ദീസ് ആർ ദി അസറ്റ്സ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ഓൺ പെർമനന്റ് ബേസിസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദീസ് ആർ ദി അസറ്റ്സ് ദാറ്റ് ആർ പർച്ചേസ്ഡ് ഓൺ പെർമനന്റ് ബേസിസ്, ദാറ്റ് ഈസ് ലോങ് ടൈം യൂസ് ആൻഡ് ഹെൽപ് ദ ബിസിനസ് ടു ഏൺ റവന്യൂ. അതായത് ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ മെഷീനറി, ബിൽഡിങ്, ഇതൊക്കെ നമുക്ക് ഒരു കറണ്ട് ഇയറിൽ മാത്രം യൂസ് ചെയ്യുന്നല്ല. ആ ബിസിനസ് കൺസേൺ എത്ര നാളുണ്ടോ അത്രയും നാളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അസറ്റ്. അതായത് ഫിക്സഡ് ആയിട്ട് പെർമനന്റ് ആയിട്ട് വെച്ചിരിക്കുന്ന അസറ്റുകളാണ് എന്ത് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് സച്ച് അസറ്റ്സ് ആർ ബിൽഡിങ്, മെഷീനറി, മോട്ടോർ വെഹിക്കിൾ. These are not for sale in ordinary course of business but can disposed of no more needed for business use. അതായത് നമുക്കിപ്പോ കറണ്ട് ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളായിരിക്കും എന്ത് ബിൽഡിങ്, മെഷീനറി ഒക്കെ. നമുക്ക് അത് കറണ്ട് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. Then current asset. Current asset എന്ന് വെച്ച് കഴിഞ്ഞാൽ these are the assets which are acquired by the business either for resale or for converting them into cash.
ഒന്നെങ്കിൽ നമുക്കത് പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്, അല്ലെങ്കിൽ നമുക്ക് ബിസിനസ്സിന് അത് റീസെയിൽ ചെയ്യും. ഇപ്പൊ നമ്മളെ കയ്യിലിരിക്കുന്ന നിലവിലുള്ള അസറ്റിനെ നമ്മൾ പറഞ്ഞു ക്ലോസ് സ്റ്റോക്ക് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ക്ലോസ് സ്റ്റോക്കിനെ ഒന്നെങ്കിൽ റീസെയിൽ ചെയ്യോ അല്ലെങ്കിൽ അതിനെ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യോ ചെയ്യാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമുക്ക് കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. ദീസ് ആർ നോർമലി റിയലൈസ്ഡ് വിത്തിൻ എ 1 ഇയർ. അതായത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ നമുക്ക് റിയലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന അസറ്റ് ആണ് കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഓഫ് സച്ച് അസറ്റ്സ് ആർ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ബിൽസ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ്, സ്റ്റോക്ക് എക്സെട്ര. ഇതാണ് കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. ടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് വെച്ചാൽ ദീസ് ആർ ദ അസറ്റ് that can be seen, touch and have certain volume. അതായത് ഒരു കുറച്ച് ഭാഗത്താണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ തൊടാനോ അല്ലെങ്കിൽ കാണാനോ സാധിക്കുന്ന അസറ്റുകളെയാണ് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. കാണാനും തൊടാനും സാധിക്കുന്ന അസറ്റുകളാണ് ടാഞ്ചിബിൾ അസറ്റ്. ഗുഡ്സ് ഇതെല്ലാം ടാഞ്ചിബിൾ അസറ്റുകളാണ്. ഇൻടാഞ്ചിബിൾ അസറ്റ്, ഈ അസറ്റ് എന്ന് പറയുന്ന അസറ്റ് വിച്ച് ക്യാൻ നെയ്തർ ബി സീൻ ഓർ നോർ ടച്ച്ഡ്. കാണാനും പറ്റില്ല, ടച്ച് ചെയ്യാനും സാധിക്കില്ല. നോ വോളിയം ഫോർ ഇൻടാഞ്ചിബിൾ അസറ്റ്. അങ്ങനെ ഒരു ഭാഗത്ത് ഒരു ഭാഗമോ അല്ലെങ്കിൽ ശകലം സ്ഥലമോ ഒന്നും കാണാൻ പോലും സാധിക്കില്ല, അല്ലെങ്കിൽ തൊടാനും നമുക്ക് സാധിക്കാത്ത അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതായത് പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഗുഡ് വില്ല്, ഈ പറയുന്ന അസറ്റുകളൊന്നും നമുക്ക് കാണാൻ അല്ലെങ്കിൽ തൊടാനോ സാധിക്കില്ല. അങ്ങനെ വരുന്ന അസറ്റുകളാണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ലിക്വിഡ് അസറ്റ്. These are the assets which are either in cash or can be easily converted into cash. ഒന്നെങ്കിൽ അത് ക്യാഷ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് ലിക്വിഡ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ക്യാഷ്, സ്റ്റോക്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്, ഇതൊക്കെ ലിക്വിഡ് അസറ്റ് ആണ്. ഏതൊക്കെയാണ്? ക്യാഷ്, സ്റ്റോക്ക്, മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. പിന്നെ വരുന്നതാണ് വേസ്റ്റിംഗ് അസറ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് വേസ്റ്റിംഗ് അസറ്റ്. ഒരു മാർക്കിന്റെ ചോദിച്ചിട്ടുണ്ട്. These are the assets which exhaust or reduce in value by their use. അതായത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതായത് ഉപയോഗത്തിന് ശേഷം, അതായത് നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് അതിന്റെ വാല്യൂ കുറയുന്ന അസറ്റുകളാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഇത് മൈന്, ക്വാറീസ്, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും അതിന്റെ വാല്യൂ ഇങ്ങനെ റെഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അസറ്റ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെ വരുന്ന അസറ്റാണ് വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഫിക്ടീഷ്യസ് അസറ്റ്. ദീസ് ആർ നോട്ട് റിയൽ അസറ്റ്. These are the items in such expenses and losses which have not been written off in full. അതായത് ഈ പറയുന്ന ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിക്കുള്ള റിയൽ ആയിട്ടുള്ള ഒരു അസറ്റ് അല്ല. പക്ഷെ എന്താണ് അത്? ഒന്നെങ്കിൽ അത് എക്സ്പെൻസസോ അല്ലെങ്കിൽ ലോസോ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ എഴുതി തള്ളാൻ സാധിക്കുന്നതാണ്. അതായത് നമുക്കിപ്പം ഫുള്ളായിട്ട് എഴുതി തള്ളാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ പ്രിലിമിനറി എക്സ്പെൻസസ്, അതായത് നമുക്ക് കുറച്ച് കിട്ടാനുണ്ടെന്നാ നമുക്ക് കിട്ടിയിട്ടില്ല, അങ്ങനെ നമ്മൾ കുറച്ചില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കാനുണ്ട്, നമ്മൾ കൊടുത്തിട്ടില്ല, ഈ കറണ്ട് ഫിനാൻഷ്യൽ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, അങ്ങനെയുള്ള കുറച്ച് അസറ്റുകളൊക്കെ ഇല്ലേ. അതായത് നമുക്ക് നേരത്തെ അഡ്വാൻസ് ആയിട്ട് കിട്ടി വെച്ച ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസും പ്രിലിമിനറി എക്സ്പെൻസസും ഒക്കെ. അതുപോലെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഫിക്ടീഷ്യസ് അസറ്റുകളാണ്. ദെൻ അതിൽ വരുന്ന പിന്നെ ഒന്നാണ് ലയബിലിറ്റീസ്. ഈ ലയബിലിറ്റീസിനെ നമുക്ക് മൂന്നായി തിരിക്കാവുന്ന ലോങ് ടൈം ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, ഓണേഴ്സ് ഫണ്ട്. ലോങ് ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീസ് ആർ ദ ലയബിലിറ്റീസ് വിച്ച് ആർ നോട്ട് പേബിൾ ഡ്യൂറിംഗ് ദ കറണ്ട് അക്കൗണ്ടിംഗ് ഇയർ. ഈ കറണ്ട് അക്കൗണ്ടിംഗ് ഇയറിൽ പേ ചെയ്യാൻ പറ്റാത്ത ലയബിലിറ്റീസ് ആണ് ലോങ് ടൈം ലയബിലിറ്റീസ്. Generally, the fund raised through such means are used for purchase of fixed asset. ഇപ്പൊ നമ്മൾ ലോങ് ടൈം ലയബിലിറ്റി ഒക്കെ നമ്മൾ ഫിക്സ്ഡ് അസറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഫണ്ടുകളാണ് നമുക്ക് ലോങ് ടൈം ആയിട്ടുള്ള ലയബിലിറ്റി ആയിട്ട് നിൽക്കുന്നത്. സച്ച് ലയബിലിറ്റീസ് ആർ ലോൺ ഓൺ മോർഗേജ്, ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പൊ നമുക്കൊരു ഫർണിച്ചർ മേടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മെഷീനറീസ് മേടിക്കാൻ വേണ്ടിയിട്ടോ നമ്മളിപ്പോ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോൺ എടുക്കും. നമുക്കത് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ പേ ചെയ്യാനായിട്ട് സാധിക്കില്ല. ചിലപ്പോൾ അത് 3-4 വർഷത്തേക്കൊക്കെ നമ്മളിപ്പോ EMI ആയിട്ട് അടയ്ക്കുന്ന പോലെ നമ്മൾ ആ ലോൺ സെറ്റിൽ ചെയ്യാനായിട്ടേ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ലയബിലിറ്റീസ് ആണ് ലോങ് ടൈം ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് കറണ്ട് ലയബിലിറ്റീസ് ആണ്.
These are the liabilities which are payable during the current year. These include bank overdraft, trade creditors, bills payable. അതായത് ഈ കറണ്ട് ഇയറിൽ തന്നെ നമുക്ക് വന്ന ലയബിലിറ്റീസ് നമുക്ക് പേ ചെയ്യാൻ പറ്റുന്നതാണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇതിപ്പോ ബാങ്ക് ഓവർഡ്രാഫ്റ്റ്, ഇപ്പൊ നമ്മൾ 10,000 രൂപ ബാങ്ക് ഓവർഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ വർഷം തന്നെ നമ്മൾ പേ ചെയ്യാൻ പറ്റുന്ന ആ ലയബിലിറ്റീസ് ആണ് കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. അതുപോലെ ട്രേഡ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, ഇതൊക്കെ നമുക്ക് ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ പേ ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് ഇതിനെ കറണ്ട് ലയബിലിറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓണേഴ്സ് ഫണ്ട്. The amount owing to the proprietor or proprietors is called owners fund. അതായത് ഇപ്പൊ ഒരു ബിസിനസ് കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓണേഴ്സ് അവരുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഫണ്ടായിട്ട് കുറച്ച് എമൗണ്ട് കൊണ്ടുവരും. ആ എമൗണ്ട് ആണ് ഓണേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. അത് പക്ഷേ ബിസിനസിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതൊരു എന്താണ് ലയബിലിറ്റിയാണ്. അത് ഓണറിന് തിരിച്ചു കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ആണ്. അതുകൊണ്ടാണ് ഓണേഴ്സ് ഫണ്ട് ഒരു ലയബിലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഇത്രയും ആണ് നമുക്ക് ഈ ബാലൻസ് ഷീറ്റിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് വരുന്നത്. ഇതൊക്കെ ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കി വേണം ചെയ്യാനായിട്ട്. ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ് 84 പേജ് നമ്പർ. കഴിഞ്ഞ പ്രാവശ്യം ഈ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. From the following trial balance, Moses Vikram Brothers preparing trading and retailers account for the year ended 31st March 2014 and balance sheet as on that date. നമ്മളോട് താഴെ തന്നിരിക്കുന്ന ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന അതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. അതായത് പർട്ടിക്കുലേഴ്സ് ഡെബിറ്റ് ബാലൻസ്, പർട്ടിക്കുലേഴ്സ് ക്രെഡിറ്റ് ബാലൻസ്. അതായത് ട്രയൽ ബാലൻസിന്റെ രണ്ട് സൈഡിലും ടാലി ആയിരിക്കണം, ഒരേ എമൗണ്ട് ആയിരിക്കണം. എന്നാലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ലെഡ്ജർ കറക്റ്റ് ആണെന്ന് അറിയാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിന്റെ എന്തോ മിസ്റ്റേക്ക് കൊണ്ടായിരിക്കും നമുക്ക് ഈ ട്രയൽ ബാലൻസ് ടാലി ആയിട്ട് കിട്ടാതെ വരുന്നത്. ഈ ടാലി ആയ ട്രയൽ ബാലൻസ് വെച്ചിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇപ്പൊ നമുക്ക് നിൽക്കുന്ന ട്രയൽ ബാലൻസിൽ ക്യാഷ് ഇൻ ഹാൻഡ് തന്നിട്ടുണ്ട് 100 രൂപ, മോട്ടോർ കാർ 25,000, ഡ്രോയിങ്സ്, ലീഗൽ ചാർജസ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇൻവെസ്റ്റ്മെന്റ്സ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, സെയിൽ റിട്ടേൺ, സാലറീസ്, ഡിസ്കൗണ്ട് അലൗഡ്, ക്യാരേജ് ഇൻ ബേർഡ്, പെയിന്റ്സ്, പോസ്റ്റേജ്, ഡെപ്റ്റേഴ്സ്, ഇൻട്രസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, പർച്ചേസസ്. ഇത്രയാണ് ട്രയൽ ബാലൻസിന്റെ ഡെബിറ്റ് സൈഡിലുള്ളത്. ക്രെഡിറ്റ് സൈഡിലാണെങ്കിലോ ക്യാപിറ്റൽ, ഡിസ്കൗണ്ട് റിസീവ്ഡ്, സെയിൽസ്, ക്രെഡിറ്റേഴ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, പർച്ചേസ് റിട്ടേൺ, ബിൽസ് പേയബിൾ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിലൂടെ അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന പോയിന്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ആസ് ഓൺ 31st March 2014 rupees 28,000. ക്ലോസിംഗ് സ്റ്റോക്ക് ഒരിക്കലും ട്രയൽ ബാലൻസിന്റെ ഉള്ളിൽ തരില്ല. അത് ട്രയൽ ബാലൻസിന്റെ പുറത്തൊരു പോയിന്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് തരുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത് വെച്ചിട്ടാണ് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പറയുന്നത് കേൾക്കാമോ? നേരത്തെ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഇപ്പൊ കേൾക്കാം, പക്ഷെ കുറച്ച് നേരത്തെ ഫുള്ള് ബ്ലാങ്ക് ആയിരുന്നു. ഓക്കെ, അതായത് നമുക്ക് ഇങ്ങനെ ഒരു ട്രയൽ ബാലൻസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കുക. ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ഇപ്പൊ നമ്മൾ പറഞ്ഞു, ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, നമ്മൾ 3 സ്റ്റേറ്റ്മെന്റിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ആദ്യം ചിന്തിക്കുകയും ക്യാഷ് ഇൻ ഹാൻഡ് ഏത് സ്റ്റേറ്റ്മെന്റിലായിരിക്കും വരുന്നതെന്ന്. അപ്പൊ ഇതിലെ ഓരോ ഐറ്റംസും ഏത് സ്റ്റേറ്റ്മെന്റിലാണ് വരുന്നതെന്ന് ആദ്യം അനലൈസ് ചെയ്യണം. ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ഏത് സ്റ്റേറ്റ്മെന്റിലാണ് വരുന്നതെന്ന് അറിയാമോ? പറയാമോ? ക്യാഷ് ഇൻ ഹാൻഡ് കറന്റ് അസറ്റിലല്ലേ? കറന്റ് അസറ്റ് ഏത് സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയാമോ?
ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. ബാലൻസ് ഹാൻഡ് ആ അതായത് ഏത് സ്റ്റേറ്റ്മെന്റിലാണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ഈ 3 സ്റ്റേറ്റ്മെന്റിലാണ് ഈ പറയുന്ന ഐറ്റംസ് എല്ലാം വരുന്നത്. അപ്പൊ ഇതിൽ ഈ ഐറ്റംസ് ഒക്കെ ഏത് സ്റ്റേറ്റ്മെന്റിലാണെന്ന് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ ക്യാഷ് ഇൻ ഹാൻഡ് ആണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ്, അപ്പൊ നമ്മൾ അതിന്റെ നേരെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക ബാലൻസ് ഷീറ്റ്. അപ്പൊ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. ഇപ്പൊ ബാലൻസ് ഷീറ്റിൽ നിന്ന് നോട്ട് ചെയ്യാം. ഈ മോട്ടോർ കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഫിക്സഡ് അസറ്റ് അത് എവിടെയായിരിക്കും പോസ്റ്റ് ചെയ്യാം? അതും ബാലൻസ് ഷീറ്റ്. നമ്മൾ ഫിക്സഡ് അസറ്റ് ഒക്കെ ബാലൻസ് ഷീറ്റിലല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മൾ അതിന്റെ നേരെ നോട്ട് ചെയ്യാം ബാലൻസ് ഷീറ്റിൽ. ദെൻ ഡ്രോയിങ്സ് നമ്മൾ എവിടെ കാണിക്കാം? ഡ്രോയിങ്സ് നമ്മൾ പറഞ്ഞല്ലേ എന്തിൽ നിന്ന് കുറയ്ക്കണം എന്നാ പറഞ്ഞത്? ക്യാപിറ്റലിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് അതിന് ഡ്രോയിങ്സ് കുറയ്ക്കണം എന്ന് പറഞ്ഞില്ലേ? അപ്പൊ അതും എവിടെ തന്നെയാണ്? ബാലൻസ് ഷീറ്റിലാണ് വരുന്നത്. ഓക്കെ. ലീഗൽ ചാർജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും മെയിൻ ആയിട്ടുള്ള ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിൽ അല്ലെങ്കിൽ അവരുടെ സെക്ഷനിൽ വരുന്നതാണ് ലീഗൽ ചാർജസ്. എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ചാർജുകൾ വന്നതാണ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? അഡ്മിനിസ്ട്രേറ്റീവിന്റെ ആയതുകൊണ്ട് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതണം. അപ്പൊ അതിന് നേരെ ജസ്റ്റ് പി ആൻഡിൽ ഇട്ടാലും മതി. പ്ലാന്റ് ആൻഡ് മെഷീനറി എവിടെ വരുന്നത്? ബാലൻസ് ഷീറ്റ് അല്ലേ? ബാലൻസ് ഷീറ്റ്. ഇൻവെസ്റ്റ്മെന്റും ബാലൻസ് ഷീറ്റ് ആണോ? ഇൻവെസ്റ്റ്മെന്റും ബാലൻസ് ഷീറ്റ് ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് അതെവിടെ വരുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്ക് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. അതായത് നമ്മൾ ഫാക്ടറി ആയിട്ട്, അതായത് ഫാക്ടറി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ട്രേഡിംഗ് കൺസേണുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ജസ്റ്റ് ചെയ്യുന്ന മതി. സെയിൽസ് റിട്ടേൺ എവിടെയായിരിക്കും? അല്ല, സെയിൽസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ടില്. സെയിൽസിൽ നിന്ന് നമ്മൾ സെയിൽസ് റിട്ടേൺ കുറയ്ക്കുകയല്ലേ ചെയ്യുന്നേ? നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പഠിച്ചില്ലേ? അപ്പൊ അത് ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് റിലേറ്റഡ് ആണ്. സെയിൽസ് റിട്ടേൺ ട്രേഡിംഗ് അക്കൗണ്ടില്. സാലറീസോ? പ്രോഫിറ്റ് അതൊന്ന് നോട്ട് ചെയ്യൂ. അപ്പൊ സാലറീസ് എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില്. കാരണം നമ്മൾ ഓഫീസ് യൂസുമായിട്ട് ബന്ധപ്പെട്ടല്ലേ അഡ്മിനിസ്ട്രേഷൻ. സാലറീസ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. ഡിസ്കൗണ്ട് അലൗഡ് എവിടെ വരുമായിരിക്കും? കേട്ടില്ല. സാലറീസ് ട്രേഡിംഗ് അക്കൗണ്ടിലാണോ? അല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരും. നമ്മുടെ ഓഫീസ് യൂസുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ സാലറീസ് ഒക്കെ. അപ്പൊ അതെല്ലാം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ്. ദെൻ ഡിസ്കൗണ്ട് അലൗഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടില്. ഇനി അത് ഏത് സൈഡിൽ വരണം എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ നോട്ട് ചെയ്തോളുക. സാലറീസ് ഒക്കെ ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഏത് സൈഡിൽ വരും? എക്സ്പെൻസസ് അല്ലേ? അപ്പൊ ഡെബിറ്റ് സൈഡിൽ വരും. ഇപ്പൊ പി എന്നൊക്കെ നോട്ട് ചെയ്തിട്ട് ഡെബിറ്റ് എന്ന് എഴുതുവോ അങ്ങനെ നോട്ട് ചെയ്താലും മതി. എളുപ്പത്തിന് പോസ്റ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ ഡിസ്കൗണ്ട് അലൗഡും അങ്ങനെ തന്നെയാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്ന ഐറ്റം ആണ് ക്യാരേജ് ഇൻവേർഡ്. എവിടെ വരും? എന്തുമായിട്ട് റിലേറ്റഡ് ക്യാരേജ്?
ട്രേഡിംഗ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം എവിടെ വരും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. ദെൻ വേജസ് ഏതുമായിട്ടുള്ളതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട്. വേജസ് നമ്മൾ കൂലി കൊടുക്കണം, സാധാരണല്ലോ കൂലിയാ. അപ്പൊ ട്രേഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ വേജസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. ദെൻ പോസ്റ്റേജ് പ്രോഫിറ്റ് ആൻഡ് പോസ്റ്റേജ് എവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓഫീസ് യൂസുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. ദെൻ ഡെപ്റ്റേഴ്സ് എവിടെ വരും? പോസ്റ്റേജ് ഏതിലാ വരുന്നതെന്നാ പറഞ്ഞേ? പോസ്റ്റേജ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. ഡെപ്റ്റേഴ്സ് നമുക്ക് അസറ്റ് ആണ്. അപ്പൊ ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ വരും ഡെപ്റ്റേഴ്സ്. ഇൻട്രസ്റ്റ് നമുക്ക് ഡെബിറ്റ് തന്നേക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ്? എക്സ്പെൻസസ് ആണ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് അല്ല, ഇൻട്രസ്റ്റ് പെയ്ഡ് ആണ് ഡെബിറ്റിൽ വരുമ്പോ. അപ്പൊ നമുക്കത് എക്സ്പെൻസസ് ആണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും ഇൻട്രസ്റ്റ്. ദെൻ ഇൻഷുറൻസ് പ്രീമിയം എങ്ങനെയായിരിക്കും? നമ്മുടെ എക്സ്പെൻസസ് ആണല്ലേ, നമ്മൾ അടയ്ക്കുന്നതാണ്. അപ്പൊ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും ഇൻഷുറൻസ് പ്രീമിയം. പിന്നെ വരുന്നത് പർച്ചേസ് ആണ്. പർച്ചേസ് നമുക്കറിയാം എവിടെ വരും? ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും പർച്ചേസസ്. ഇനി ക്യാപിറ്റൽ നമുക്കറിയാം എന്താണ്? ലോങ് ടൈം ലയബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് എവിടെ വരും? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരും. അപ്പൊ അവിടെ എന്നൊക്കെ ഇട്ടാൽ മതി. ദെൻ ഡിസ്കൗണ്ട് റിസീവ്ഡ്, നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയതാണ്. അപ്പൊ അവിടെ എവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡില് എവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും ഡിസ്കൗണ്ട് റിസീവ്ഡ്. പിന്നെ സെയിൽസ് എവിടെ വരും? ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. ക്രെഡിറ്റേഴ്സ് എവിടെ വരും? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വരും ക്രെഡിറ്റേഴ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെന്റിന്റെ മേലെ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എവിടെ വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വരും. ദെൻ പർച്ചേസ് റിട്ടേൺ എവിടെ വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരും. പർച്ചേസ് റിട്ടേൺ കുറച്ചാണ് കാണിക്കുന്നത്. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ പർച്ചേസ് റിട്ടേൺ കുറയ്ക്കുന്നത് ഡെബിറ്റ് സൈഡിലാണ്. ദെൻ ബിൽസ് പേയബിൾ എവിടെ വരും? ബാലൻസ് ഷീറ്റിന്റെ എവിടെ വരും? ഡെബിറ്റ് സൈഡ്. ഇത്രയും ഐറ്റംസ് ആണ്. പിന്നെ നമുക്ക് വരുന്ന അഡീഷണൽ പോയിന്റ് ആണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇങ്ങനെ അഡീഷണൽ ആയിട്ട് വരുന്ന പോയിന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അല്ലെ അഡ്ജസ്റ്റ്മെന്റുകൾ തന്നിട്ടുണ്ടെങ്കിൽ അതിന് രണ്ട് അക്കൗണ്ടിൽ അത് കാണിക്കേണ്ടി വരും. ഇപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ഈ ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്കറിയാം, ഒന്ന് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ കാണിക്കും, ഒന്ന് ബാലൻസ് ഷീറ്റിലും കാണിക്കും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും കാണിക്കും. ഇത്രയാണ് ഐറ്റംസ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ക്ലോസിംഗ് ആൻഡ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിലും ഏത് സൈഡിലാ മാം? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡില്. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് അസറ്റ് അല്ലേ? ബാലൻസ് ഷീറ്റിന്റെ ഓക്കെ ആണോ? ഓക്കെ. ഇനി പ്രോബ്ലം ചെയ്യാൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാം കേട്ടോ. ഈ ഐറ്റംസ് എല്ലാം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. ഐറ്റംസ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഐറ്റംസ് ഒക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം.